കാളരാത്രി. ആനന്ദ് കൃഷ്ണരാജ് സംവിധാനം ചെയ്ത കാളരാത്രി എന്ന ചിത്രം OTT-യിൽ പ്രദർശനം ആരംഭിച്ചു. ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രം മനോരമ മാക്സിലൂടെയാണ് സ്ട്രീം ചെയ്തിരിക്കുന്നത്. ഗ്രേ മോങ് പിക്ചേഴ്സ് ആണ് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. പുതുമുഖങ്ങളായ മരിയ അബീഷ്, അഡ്രിയൻ അബീഷ്, ആൻഡ്രിയ അബീഷ് എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടർന്ന് പവൻ കല്യാൺ ചിത്രം ദേ കോൾ ഹിം OG റിലീസ് ചെയ്ത് 4 ദിവസം കൊണ്ട് മാത്രം നേടിയത് 138 കോടി. നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആദ്യ ദിനം ആഗോളതലത്തിൽ 154 കോടി രൂപയാണ് ചിത്രം നേടിയത്. സുജീത് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ബോളിവുഡ് താരം ഇമ്രാൻ ഹാഷ്മിയാണ് പ്രതിനായക വേഷം ചെയ്തിരിക്കുന്നത്. പ്രിയങ്ക മോഹനാണ് നായിക. బాంబేలో గ్యాంగ్ వార్స్ మళ్లీ మొదలయ్యాయి. కానీ ఈసారి గన్స్ అన్ని సత్యదాదా వైపు తిరిగాయి. వాడి చుట్టుపక్కల ఎక్కడో దాక్కున్నాడు. దాదా వరకు వెళ్ళారంటే పరిస్థితి చేజారిపోతున్నట్టుంది. వాళ్ళ ఎదుట నిలబడి గెలవడానికి మాత్రం ఒక్కడే. వాడైతే కాదుగా. പ്രഭാസിനെ നായകനാക്കി മാരുതി സംവിധാനം ചെയ്യുന്ന രാജാ സാബ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് വൈകിട്ട് പുറത്തിറങ്ങും. TG വിശ്വപ്രസാദാണ് നിർമ്മാണം. ഹൊറർ ഫാന്റസി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഈ ചിത്രം ഡിസംബർ 5-നാണ് ലോകവ്യാപകമായി റിലീസ് ചെയ്യുക. പ്രഭാസിന് പുറമെ സഞ്ജയ് ദത്ത്, നിധി അഗർവാൾ, മാളവിക മോഹൻ തുടങ്ങിയവരാണ് അണിനിരക്കുന്നത്.